ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞത് എന്താണ്? നമുക്കറിയാം LZ YLM തീറ്റ ഫൈ എന്ന് പറയുന്നത് എന്താണ്? MH ക്രോസ് YLM തീറ്റ ഫൈ ആണ്. ഇനി ഇതില് എമ്മിന് സെർട്ടൈൻ വാല്യൂസ് പോസിബിൾ ആവുള്ളൂ. അത് എത്രയാ? -L2 + L ആണ്. അപ്പൊ എനർജിക്ക് സെർട്ടൈൻ വാല്യൂസ് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എനർജി എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്. ഇനി എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആവും? 2L+1 ഓറിയന്റേഷൻ ആണ് ഇതിന് പോസിബിൾ ആയിട്ട് ഉള്ളത്. പിന്നെ അതിന്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് കോസ് ആൽഫ ഈക്വൽ ടു എന്താണ്? MH ക്രോസ് ബൈ റൂട്ട് ഓഫ് L ഇൻറ്റു L+1 H ക്രോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ LZ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. LZ എന്ന് പറയുന്ന ഒരു ആംഗുലർ മൊമെന്റം വെക്ടറിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ആംഗുലർ മൊമെന്റം വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഈ LZ-നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. LZ എന്ന് പറഞ്ഞ ആംഗുലർ മൊമെന്റത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വെക്ടർ വെച്ചിട്ട് നമ്മൾ ഈ സ്പിയറിന്റെ സർഫസില് ആംഗുലർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് L ഇൻറ്റു L+1 H ക്രോസ് ആയിരിക്കും ആ ലെങ്ത് എന്ന് പറയുന്നത്. എഴുതിക്കോളൂ. ഇഫ് ദ ആംഗുലർ മൊമെന്റം വെക്ടർ ഈസ് represented by a vector drawn from the center of the sphere, the length will be fixed. That is root of L into L+1 H cross. That is root of L into L+1 H cross. But it can take only those direction in which Z component will be equal to MH cross. Number of such direction is equal to 2L+1. ഇപ്പൊ എഴുതിയതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. ഈ ഫിഗറും വരയ്ക്കണം കേട്ടോ, എന്നിട്ട് മനസ്സിലാവുണ്ടോ നോക്കാം.
മിസ് ഈ എച്ച് ക്രോസ് സ്ക്വയർ റൂട്ടിന്റെ പുറത്താണോ? പുറത്താ. അതായത് നമ്മൾ ഇത് ആലോചിച്ചാൽ മതി. എൽ സ്ക്വയറിന്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എന്താ? എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ അല്ലേ? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലിനെയാണ്. അപ്പൊ എൽ ഈക്വൽ ടു എന്താ വരാ? റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് ക്രോസ്. അപ്പൊ മിസ് നേരത്തെ കോസ് ആൽഫയുടെ ഒരു ഇതില്ലേ, ഇത് ക്യാൻസൽ ചെയ്തുകൂടെന്നാണോ ചോദിക്കാൻ പറഞ്ഞേ? ക്യാൻസൽ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ ശരിക്കുള്ള ഫോർമുല അറിയാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ കേട്ടോ. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എം ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 തന്നെയാണ്. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരെണ്ണത്തിന്റെ ഓറിയന്റേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആക്സിസ് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. എമ്മിന് കുറച്ച് ഡിസ്ക്രീറ്റ് വാല്യൂസേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഒരു ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. LZ എന്ന് പറഞ്ഞ ഒരു വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ആ ലെങ്ത് ആണ് റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് ക്രോസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ LZന്റെ വാല്യൂ MH ക്രോസ് കിട്ടുന്ന അത്രയും നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാ ഓറിയന്റേഷനും നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്പർ ഓഫ് ഓറിയന്റേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2l + 1 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഓറിയന്റേഷൻ കിട്ടും. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഇനി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. when L equal to 1 L equal to 1 ആവുമ്പോൾ എമ്മിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആവും? എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആവും? അതിന് നമുക്ക് 2l + 1 ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 2 × 1 + 1 എത്ര ഓറിയന്റേഷൻ പോസിബിൾ ആണ്? 3 ഓറിയന്റേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാ? -1 0 1. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ക്വാണ്ടം നമ്പേഴ്സ് വരുന്നത്. L equal to 1 ആവുമ്പോൾ എത്ര ഓറിയന്റേഷൻ പോസിബിൾ ആണെന്ന് അറിയാൻ എന്ത് ചെയ്യുക? 2l + 1 ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൽ Lന്റെ പൊസിഷനിൽ 1 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് 3 ഓറിയന്റേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാ? m equal to -1, m equal to 0, m equal to +1. ഇനി നമ്മുടെ ഡയഗ്രാം ഇങ്ങനെയായിരുന്നു. LZ ആണ് നമ്മൾ ഈ ഒരു വെക്ടർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഇനി 3 ഓറിയന്റേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു ഓറിയന്റേഷൻ, സെക്കൻഡ് ഓറിയന്റേഷൻ, തേർഡ് ഓറിയന്റേഷൻ, ഇങ്ങനെ 3 ഓറിയന്റേഷൻസ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഈ ഓറിയന്റേഷൻ അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് അറിയണം. എന്നാലാണ് ഏതൊക്കെയാണ് ആ ഓറിയന്റേഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ആംഗിൾ അറിയാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? cos alpha is equal to m by root of L into L plus 1. ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. when m equal to 1 m equal to 1 ആകുമ്പോൾ cos ആൽഫയുടെ വാല്യൂ എന്താ വരാ? cos alpha is equal to 1 by root of Lന്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. 1 into 1 plus 1, അതായത് എത്രയാ? 1 by root 2. എപ്പോഴാ കോസിന്റെ വാല്യൂ 1 by root 2 ആവാ? കോസിന്റെ വാല്യൂ എപ്പോഴാ 1 by root 2 ആവാ? ആൽഫ 45 ഡിഗ്രി ആവുമ്പോഴാണ് കോസിന്റെ വാല്യൂ 1 by root 2 ആവുക. അപ്പൊ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും? കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ LZ എന്ന് പറയുന്നത്. അപ്പോ ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ നമ്മൾ ആ ഓറിയന്റേഷൻ വരയ്ക്കുക. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഏകദേശം ഇങ്ങനെയായിരിക്കും വരാം. എന്നിട്ട് നിങ്ങൾ ആ ആംഗിൾ എഴുതാ 45 ഡിഗ്രി.
45 ഡിഗ്രി. ഇത് LZ. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയില്ലേ? ഇതൊരു വെക്ടർ ആണ് കേട്ടോ. LZ എന്ന് പറഞ്ഞ വെക്ടർ. അതിന് 3 ഓറിയന്റേഷൻ പോസിബിൾ ആണ്. അതിൽ ആദ്യത്തെ ഓറിയന്റേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് ഓറിയന്റേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എമ്മിന് 0 എന്ന് കൊടുക്കണം. അപ്പൊ കോസ് ആൽഫ എന്ത് കിട്ടും നമുക്ക്? 0 ബൈ എന്ത് വന്നാലും എന്താ നമുക്ക് ആൻസർ കിട്ടുക? 0 ബൈ എന്ത് വന്നാലും എന്താ ആൻസർ കിട്ടുക നമുക്ക്? 0 തന്നെയല്ലേ ആൻസർ കിട്ടുക. അപ്പൊ കോസ് ആൽഫ എപ്പോഴാണ് 0 ആവാ? ആൽഫ ഈക്വൽ ടു 90. കോസ് 90യുടെ വാല്യൂ ആണ് 0. അപ്പൊ നമ്മള് എന്തായിരിക്കും നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്? എന്താണ്? 90 ആയിരിക്കും LZും വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് LZ. എന്ന് പറയുമ്പോ ഇങ്ങനെയായിരിക്കും അടുത്തതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. LZ ഇത് 90 ഡിഗ്രി. അപ്പൊ M ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള ഓറിയന്റേഷൻ ഇങ്ങനെയാണ്. ഇനി അടുത്തത് M ഈക്വൽ ടു -1. അപ്പൊ കോസ് ആൽഫ ഈക്വൽ ടു -1 ബൈ √2. -1 ബൈ √2 കിട്ടുക ആൽഫ 135 ഡിഗ്രി ആവുമ്പോഴാണ് -1 ബൈ √2 കിട്ടുക. അപ്പൊ എന്ത് ചെയ്യണം? സ്ഫിയർ വരച്ചു. LZ 135 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ 90. 135 എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഏകദേശം ആംഗിള് നിൽക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? 135 LZ. മനസ്സിലായോ? ഇതാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞത്. സാധാരണ 1 വെയിറ്റേജിനൊക്കെ നമ്മൾ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്താണ്? അപ്പൊ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിസിൽ വെച്ച് നമുക്ക് ഒരിക്കലും സ്പിയറിന്റെ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഓറിയന്റേഷൻ പറയാനായിട്ട് പറ്റില്ല. പക്ഷെ അതിന്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു? LZ YLM θ ഈക്വൽ ടു എന്താണ്? MH ക്രോസ് YLM θ φ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ചില ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് മാത്രമാണ് അതിന് പോസിബിൾ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? എത്ര ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്? അതിനുവേണ്ടി നമുക്ക് 2l+1 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ ഡിറക്ഷനിലെല്ലാം LZന്റെ വാല്യൂ എന്തായിരിക്കണം? MH ക്രോസ് ആയിരിക്കണം. അത്ര ഓറിയന്റേഷൻസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ആ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എന്ത്? കോസ് ആൽഫ ഈക്വൽ ടു MH ക്രോസ് ബൈ √L × l+1 H ക്രോസ്. പിന്നെ ഒരു എക്സാമ്പിൾ ചെയ്യുക. അതായത് L ഈക്വൽ ടു 1 ആവുമ്പോൾ 2l+1 ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 3 പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. M ഈക്വൽ ടു 0, M ഈക്വൽ ടു +1, M ഈക്വൽ ടു -1. അപ്പൊ അതിൽ ഓരോന്നിനും കോസ് ആൽഫയുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടി 45, 90, 135. അപ്പൊ അത് വെച്ചിട്ട് ആ ഡയഗ്രം വരയ്ക്കും. അപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. അപ്പൊ ഈ മൊഡ്യൂൾ നമ്മുടെ തീർന്നിട്ടുണ്ട്.